ഓഫ് യു എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇന്ന് വൈകിട്ട് നമുക്ക് വചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കുവാൻ കർത്താവ് ഇങ്ങനെ അവസരം തന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് നമ്മൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കടന്നു വരികയും ഒരുമിച്ച് പഠിക്കുവാനും പല ചോദ്യങ്ങൾ ചോദിക്കുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സംശയങ്ങൾ അത് നിങ്ങൾക്ക് ചോദിക്കുവാനും ഒരുമിച്ച് പഠിക്കുവാനും ഒക്കെ ദൈവം അവസരം തന്നു. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വാണ്ട് ടു ഗ്രീറ്റ് യു ഇൻ ദ പ്രഷ്യസ് നെയിം ഓഫ് അവർ ലോർഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. I hope that the study is going to be a blessing to you. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിലത്തെ ഈ വചന പഠനവും നമ്മുടെ ജീവിതത്തിന് അത് അനുഗ്രഹമായി തീരട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിലെ പ്രാരംഭത്തിലെ ചില വാക്യങ്ങൾ വായിക്കുവാൻ തൊക്കണം ഇടയായിരുന്നു. For those of you who are joining for the first time, I just wanted to give a little bit of idea about what we are studying. So we are studying from the book of James, and James talks about faith, and he is focusing on faith, and he emphasizes the fact that faith without works is actually dead faith. യാക്കോബ് അപ്പോസ്തലന് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് യാക്കോബിൻ്റെ ലേഖനം. ഇവിടെ അപ്പോസ്തലൻ വളരെ ക്ലിയറായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അത് ജീവനില്ലാത്തതാകുന്നു. It has no life, it is all gone. Okay, so there are a lot of people who say that they have faith in the Lord Jesus Christ, but in reality they don't have that faith because there is no work that is coming out of it. അപ്പോൾ അതാദ്യമേ തന്നെ മനസ്സിലാക്കുക. നമ്മുടെ പല ആളുകളും വിശ്വാസികൾ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ പ്രവൃത്തികൾ നമ്മൾ നോക്കിയാൽ ആ വിശ്വാസം അവരിൽ ഉള്ളതായിട്ട് തോന്നുകയില്ല. അങ്ങനെയാണെങ്കിൽ ആ വിശ്വാസം ചത്തതാകുന്നു. ഒരിക്കൽ അവർ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞു. അവർ യേശുവിലുള്ള വിശ്വാസം മറ്റുള്ളവരുടെ മുൻപാകെ അവർ സ്നാനത്തിലൂടെ കാണിച്ചു. പക്ഷേ എവിടെയോ വച്ച് അവരുടെ വിശ്വാസം തണുത്തു, മരവിച്ചു, പിന്നീട് അത് മരിച്ചു. അപ്പോൾ ഇപ്പം അത് പ്രോപ്പറായിട്ടല്ല. ആ പറച്ചിലും ആ പഴയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അവരുടെ വിശ്വാസം ഒരു കാരണവശാലും അവരുടെ രക്ഷയ്ക്ക് ഉതകുന്ന രീതിയിലല്ല ആയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ വിശ്വാസം എപ്രകാരമായിരിക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ശോധന ചെയ്യണം. സോ വി കനോട്ട് ബ്ലെയിം എനിബഡി. ഐ കനോട്ട് ബ്ലെയിം anybody in my family. I cannot blame my parents. I cannot blame my friends. I cannot blame the church that I pastor. My faith is something that I have to guard. എൻ്റെ വിശ്വാസത്തെ സൂക്ഷിക്കേണ്ടത് എൻ്റെ ജോലിയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ അവരുടെ പെരുമാറ്റമോ അവരുടെ രീതികളോ അല്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിശ്വാസത്തെ സൂക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇവിടെ അപ്പോസ്തലനായ യാക്കോബ് ഈ ലേഖനത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ എക്സ്പ്ലോസീവായിട്ടുള്ള കാര്യമാണ്. We are talking about a radical Christian life, a life that really touches other people, a life that completely changes other people, and also the faith in the Lord Jesus Christ, it transforms us. നമ്മളെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യുന്ന വിശ്വാസമാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. നമ്മുടെ ജീവിതത്തിന് മൊത്തത്തിലൊരു മാറ്റം വരുന്നു. നമ്മൾ കാര്യങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം, നമ്മൾ ഏത് വിധത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെയും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചാലഞ്ചസിനെയും ഒക്കെ നമ്മൾ കാണുന്നതും അതിനോട് റിയാക്ട് ചെയ്യുന്നതും. അപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുവാൻ തൊക്കണം ഇടയായി തീർന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ്റെ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകുന്നു. So we are talking about the use of tongue. നമ്മുടെ നാവ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വിശ്വാസം വന്നാൽ നമ്മുടെ നാവിന് വ്യത്യാസം വരും. If somebody is saying that, oh, my talk is like that, that doesn't make any meaning.
കാര്യം നമ്മൾ യാക്കോബിൻ്റെ ലേഖനം നമ്മൾ 1-ാം അധ്യായത്തിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പഠിക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. 26-ാമത്തെ വാക്യം, ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 26, അതിനകത്ത് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. ശ്രദ്ധിച്ച് കേൾക്കണമേ ആ വാക്യം. ഒരുത്തൻ ക്രിസ്തുവിലായി, അവൻ പള്ളിയിൽ വരുന്നുണ്ട്, അവൻ എല്ലാ കാര്യത്തിനും മുന്നിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ അവൻ്റെ നാക്കിന് യാതൊരു കൺട്രോളും ഇല്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുക, അവനെ തന്നെ വഞ്ചിക്കുക. ഹി ഈസ് ഡിസീവിങ് ഹിംസെൽഫ് ആൻഡ് ഓൾസോ ഹിസ് ഗാഡ്ലിനെസ്, ഹിസ് റിലീജിയൻ ഈസ് വർത്ത്ലെസ്. അവൻ്റെ ഭക്തി എന്ന് പറയുന്നത് വ്യർത്ഥമത്രേ. ദൈവസന്നിധിയിൽ അതിന് യാതൊരു വാല്യൂമില്ല. അന്നേരം നമുക്ക് മനസ്സിലാകും എത്രമാത്രം വ്യത്യാസം നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പം അത് നമ്മുടെ ഹൃദയത്തിന് മാറ്റം കൊണ്ടുവരുന്നു. അത് മാത്രമല്ല, നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം വരുന്നു, നമ്മുടെ വാക്കുകൾക്ക് വ്യത്യാസം വരുന്നു. ഇത് നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണം. പല ആളുകളും ചിന്തിച്ച് വെച്ചേക്കുന്നത്, അവർ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലായി കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ വരിക, അതിനുശേഷം അവർ ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക, അവിടുത്തെ കുറേ ചടങ്ങുകളും കുറേ കാര്യങ്ങളും ഒക്കെ ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് പലരും ചിന്തിച്ച് വെച്ചേക്കുന്നത്. എന്നാൽ യേശുവിലുള്ള വിശ്വാസം നമ്മളെ മൊത്തത്തിൽ രൂപാന്തരം വരുത്തുന്നതാണ്. ഇറ്റ് ട്രാൻസ്ഫോംസ് us, ഇറ്റ് ചേഞ്ചസ് us, ഇറ്റ് ചേഞ്ചസ് അവർ പെർസ്പെക്റ്റീവ്, it changes our attitude, it changes our actions, it changes our talk. നമ്മുടെ കോൺവെർസേഷന് പോലും വ്യത്യാസം വരുന്നു, നമ്മുടെ ചിന്താഗതികൾക്ക് വ്യത്യാസം വരുന്നു, നമ്മുടെ പ്രവൃത്തികൾക്ക് വ്യത്യാസം വരുന്നു. ഈ വിശ്വാസം ജീവനുള്ളത് ആയതുകൊണ്ടാണ്. The faith in the Lord Jesus Christ is something that really transforms us. എൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും ഇത് കേൾക്കുന്നുണ്ടല്ലോ ഈ വചനം, നമുക്കെല്ലാവരും ഒരുമിച്ച് മാറ്റാൻ പറ്റത്തില്ല, നമുക്കൊരു സഭയെ മാറ്റാൻ പറ്റത്തില്ല, നമുക്കൊരു ലീഡറെ മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും നമ്മുടെ വിശ്വാസത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുവാനും നമ്മൾ വിശ്വാസത്തിലിരിക്കുന്നു എന്ന് നോക്കുവാനും കർത്താവിൻ്റെ കൃപയിൽ നമ്മളിൽ ആ വ്യത്യാസം വരുന്നുണ്ടോ അല്ലെങ്കിൽ കർത്താവിനോട് അത് ചോദിക്കുവാനും ഇടയായിത്തീരും. We can change ourselves. If we increase in faith, things are going to change. ഇവിടെ അപ്പോസ്തലനായ യാക്കോബ് 2 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരു എക്സാമ്പിളായിട്ട് ഇത് കാണിക്കേണ്ടതിന് വേണ്ടി. എന്നിട്ട് താൻ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നുണ്ട്. 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. Now, if we put the horses' bridles into their mouth and they may obey us, we turn about their whole body also. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കുതിരയെ കൺട്രോൾ ചെയ്യുന്നതിന് അതിൻ്റെ വായിൽ കടിഞ്ഞാണിടും. ഒരു ഇരുമ്പ് ദണ്ട് അതിൻ്റെ 2 സൈഡിലോട്ടും ലെതർ സ്ട്രാപ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ കടിഞ്ഞാണെന്ന് പറയുന്നത്. അത് പുറകോട്ട് പിടിക്കുന്ന ഉടനെ അതിൻ്റെ വേദന എടുക്കും. കാരണം അതിൻ്റെ വായ്ക്കകത്താണ് ഈ ഇരുമ്പ് കഷ്ണം ഇട്ടിരിക്കുന്നത്. പുറകോട്ട് പിടിക്കുന്നതിനനുസരിച്ചും അതിനകത്ത് വരുന്ന വ്യതിയാനങ്ങളനുസരിച്ചും അതിൻ്റെ ഡിറക്ഷനെ അല്ലെങ്കിൽ അത് പോകേണ്ടുന്ന വഴിയെ അതിനെ തിരിച്ചു വിടുവാൻ തക്കോണം സാധിക്കും. അതുപോലെ അടുത്തൊരു ഉദാഹരണം ഉപയോഗിച്ചിരിക്കുകയാണ് കപ്പലും. 4-ാമത്തെ വാക്യം, കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. യാക്കോബ് അപ്പോസ്തലൻ ഈ ഒരു കാര്യം പറയാനൊരു കാരണമുണ്ട്, അത് അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാം. അപ്പം വലിയൊരു കപ്പൽ നമ്മൾ നോക്കിയാലും അതിൻ്റെ റഡർ ഇറ്റ് ചേഞ്ചസ് എവറിത്തിങ്. ഇറ്റ്സ് സോ സ്മോൾ. ചെറിയൊരു കാര്യമാണ് അതിൻ്റെ ചുക്കാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ റഡർ എന്ന് പറയുന്ന സാധനം. അത് തിരിക്കുന്നതിൻ്റെ അനുസരിച്ച് ഈ വലിയ കപ്പൽ തിരിയുന്നു. ഒരു ജീവിയെ തിരിക്കുവാൻ, കുതിരയെപ്പോലുള്ളൊരു ജീവിയെ തിരിക്കുവാൻ കടിഞ്ഞാണ് ഉപയോഗിക്കുന്നു. 5-ാമത്തെ വാക്യം അതിൻ്റെ കൺക്ലൂഷൻ പറയുകയാണ്, അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പു പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. സോ ടങ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഒരുത്തൻ്റെ മാനസാന്തരം അവൻ്റെ നാവെ നോക്കി അറിയാൻ പറ്റും. ഒരുവൻ യേശുക്രിസ്തുവിലായാൽ അവൻ്റെ നാക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. നമുക്കറിയാം, നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളാണ്.
ഒരു ഡോക്ടറെ കാണുവാൻ വേണ്ടി ഒരു രോഗി കടന്നു വരുമ്പം there are certain fundamental things a doctor would do. He will examine his eyes, he will examine his ears, he will examine his mouth, just ask them to stick their tongue out. അല്ലേ? ഡോക്ടേഴ്സ് സാധാരണ ചെയ്യുന്നൊരു കാര്യമോ? അവർ ലൈറ്റ് ഉപയോഗിച്ച്, മാഗ്നിഫൈങ് ലെൻസ് ഉപയോഗിച്ച് ചെവി അവർ നോക്കും, അവരുടെ കണ്ണ് നോക്കും, അതുപോലെ തന്നെ അവരുടെ നാവ് നോക്കും. നാവിൽ ഉള്ള വ്യത്യാസം കണ്ടാൽ അറിയാം എന്തെങ്കിലും രോഗം ഇവർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ ഇറ്റ്സ് സെയിം വിത്ത് ക്രിസ്ത്യൻ പേഴ്സൺ. ഇഫ് ഹിസ് ടങ് ഈസ് നോട്ട് റൈറ്റ്, ഇത് എൻ്റെ വാക്കുകളല്ല, ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയല്ല. നമ്മൾ 1-ാം അധ്യായം 26 വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ തൊക്കെ സാധിക്കുന്നു. ഒരുത്തരം നാവിന് കൺട്രോൾ ഇല്ലെങ്കിൽ അവൻ്റെ ഭക്തിയും അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വെർത്ത്ലെസ്സാണ്. അങ്ങനെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. വി ക്യാൻ ബി ഇൻ ദ ചർച്ച്, വി ക്യാൻ ബി ഇൻ എ പൊസിഷൻ, വി ക്യാൻ ഡു സംതിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓൾ ദോസ് തിങ്സ് ആർ ട്രൂ, ബട്ട് ബിഫോർ ഗാഡ്, ഹിസ് ഗോഡ്ലിനെസ്, ഹിസ് റിലിജൻ ഈസ് റിയലി വെർത്ത്ലെസ്. വ്യർത്ഥമെന്നാണ് പറഞ്ഞേക്കുന്നത്. അവനെ തന്നെ വഞ്ചിക്കുക. നമ്മളതെന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പം നാവും അതേപടിയാ. നാവ് ഒരു തീയ. നാവ് അതുകൊണ്ട് ആൾക്കാർ വമ്പ് പറയുന്നു, അതുകൊണ്ട് ആൾക്കാർക്ക് ദോഷമുണ്ടാക്കുന്നു, അതുകൊണ്ട് ആൾക്കാരെ വേദനിപ്പിക്കുന്നു. ചെറിയൊരു അവയവമാണ്, പക്ഷെ ഈ അവയവം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ മറ്റേത് അവയവത്തെക്കാട്ടിലും കൂടുതൽ ദോഷം കൊണ്ടുവരുവാൻ സാധിക്കും. രണ്ടുപേര് തമ്മിലുള്ള റിലേഷനെ ഇല്ലാതാക്കാൻ സാധിക്കും. ഒരുത്തൻ്റെ വിശ്വാസം ഇല്ലാതാക്കാൻ സാധിക്കും. ഒരു സഭയെ മുഴുവൻ നശിപ്പിച്ച് കളയാൻ സാധിക്കും. ഒരാളെ ജീവിതത്തിൽ ഒരിക്കലും അവൻ നേരെയാകാത്ത രീതിയിൽ അവനെ പറഞ്ഞ് വിഷമിപ്പിക്കുവാൻ സാധിക്കും. ഒരുത്തൻ്റെ മനോധൈര്യത്തെ ഇടിച്ചു കളയുവാൻ സാധിക്കും. ഒരു നല്ല പ്രവൃത്തിയെ നശിപ്പിച്ച് കളയാൻ സാധിക്കും. കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഇല്ലാതാക്കാൻ സാധിക്കും. നമ്മുടെ ഭാവിയെ ഇല്ലാതാക്കാൻ സാധിക്കും. എന്തെല്ലാം കാര്യങ്ങൾ ഈ ഒരു ചെറിയ ഒരു അവയവം കൊണ്ട്. ഇനി ബാക്കിയുള്ള അവയവത്തെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അതുകൊണ്ട് എത്രമാത്രം ദോഷം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിയേ. കൈകൊണ്ട് നമുക്ക് ദോഷം ചെയ്യാൻ പറ്റും, പക്ഷെ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാലുകൊണ്ട് ദോഷം ചെയ്യാൻ പറ്റും, ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് ദോഷം ചെയ്യാൻ പറ്റും, ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം മറ്റ് അവയവങ്ങളെല്ലാം അതിൻ്റെയൊക്കെ പ്രവൃത്തി വലുതും അതൊക്കെ വലിയ അവയവങ്ങളായിരിക്കെ തന്നെ ഈ ചെറിയൊരു അവയവം വളരെ ദോഷം കൊണ്ടുവരുവാൻ സാധിക്കും. കുടുംബജീവിതത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ സാധിക്കും. ഒരുവൻ്റെ വിദ്യാഭ്യാസത്തെ ഇല്ലാതാക്കി കളയുവാൻ സാധിക്കും. കുഞ്ഞുങ്ങളുടെ ഭാവി നശിപ്പിക്കുവാൻ സാധിക്കും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് ചെറിയൊരു അവയവമാണെങ്കിലും ഇതിന് വലിയ നാശം കൊണ്ടുവരാൻ സാധിക്കും. അപ്പം ഇവിടെ പറയാം, അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. നാവും ഒരു തീ തന്നെ. നോക്കണം, ഇത് മറ്റുള്ളവർക്ക് ഏൽപ്പിക്കുന്ന ദോഷം മാത്രമല്ല. ഞാൻ മുമ്പേ പറഞ്ഞതെല്ലാം മറ്റുള്ളവരെ ദോഷം ഉണ്ടാക്കുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിനെ നശിപ്പിച്ച് കളയാൻ പറ്റും, പേരൻറ്റിങ്ങിനെ നശിപ്പിച്ച് കളയാൻ പറ്റും, മറ്റുള്ളവരുടെ ഭാവി നശിപ്പിച്ച് കളയാൻ പറ്റും, സൊസൈറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, ചർച്ചിൽ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും, നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഇടയിലെല്ലാം പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം മറ്റുള്ളവർക്ക് ഇൻഫ്ലിക്റ്റ് ചെയ്യുന്ന ദോഷമാണ്. എന്നാൽ ഇനി നോക്കണം, ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കണം. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കും. First thing is this, it defiles your body. Defiles your body because this sinfulness, it really messes up your body. നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യം, ഈ നാക്ക് ഇത്രയും വലിയ ദോഷം ചെയ്യുമോ എന്ന് നമ്മൾ ചിന്തിക്കും. അതെ, അത് നമ്മുടെ ശരീരത്തെ മുഴുവൻ മലിനമാക്കുന്ന ഇവിടെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞേക്കുന്നത്. നാവിനകത്തൂടെ നമ്മൾ ആങ്കർ അല്ലെങ്കിൽ ദേഷ്യം പുറപ്പെടുവിക്കുമ്പം, നാവിലൂടെ വാശി പുറപ്പെടുവിക്കുമ്പം, നാവിലൂടെ നമ്മൾ കഠിന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പം, ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ദോഷം വരുത്തുന്ന കാര്യം കൂടെ. ഫിസിക്കലി നോക്കിയാൽ ഇറ്റ് ബിൽഡ്സ് അപ്പ് സ്ട്രെസ്,
It produces unnecessary hormones. It creates, hormonal imbalance. It affects our emotions. ഒത്തിരി അസുഖങ്ങളും നമുക്കറിയാം സൈക്കോസൊമാറ്റിക് അസുഖങ്ങളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ദാറ്റ് ഹാസ് ടു ഡു വിത്ത് യുവർ മൈൻഡ്. പല കാര്യങ്ങളും ബാധിക്കുന്ന അങ്ങനെ. ഈ നാവ് കൊണ്ട് നമ്മുടെ ശരീരത്തെ മലിനമാക്കുവാൻ സാധിക്കും. എന്നിട്ട് അവിടെ കൊണ്ട് അത് നിൽക്കുന്നില്ല, നമ്മുടെ ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. He can even lose his salvation. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും ഈ നാവ് ഇറ്റ്സ് ഓക്കെ. ചില ആൾക്കാരുടെ ഒരു പറച്ചിലുണ്ട്, ഞാൻ അങ്ങനെയാണ്, ഞങ്ങളുടെ വീട്ടുകാർ മുഴുവൻ ഈ രീതിയിലാണ്, ഞങ്ങൾ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കയർത്ത് സംസാരിക്കും, ഞാൻ ഇച്ചിരി ദേഷ്യക്കാരനാണ്. Let me tell anybody who is listening to me today, if you say like that, you are saying that the blood of Jesus Christ cannot cleanse you. It's not powerful enough to cleanse you. You're saying that the faith in the Lord Jesus Christ cannot change you. നമ്മൾ അങ്ങനെ പറയുമ്പം നമ്മൾ പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്, യേശുവിൻ്റെ രക്തത്തിന് എൻ്റെ ഈ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്താനൊന്നും പറ്റത്തില്ല, അത്രയും പവർഫുൾ ഒന്നും അല്ല യേശുവിൻ്റെ രക്തം. യേശുവിൻ്റെ രക്തത്താൽ എനിക്ക് വ്യത്യാസമൊന്നും വരുത്താനൊക്കത്തില്ല. ഞങ്ങളുടെ ഹെറിഡിറ്ററി, ഞങ്ങളുടെ ജീന് അതിനേക്കാട്ടിലൊക്കെ വലുതാണ്. നമ്മൾ പറയുന്നൊരു കാര്യം, യേശുവിലുള്ള വിശ്വാസം എന്നിലൊരു ട്രാൻസ്ഫോർമേഷനും കൊണ്ടുവരുവാൻ സാധിക്കത്തില്ല. ഇതാ നമ്മൾ പറയുന്നത്, ഞാൻ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങളുടെ സിറ്റുവേഷൻസ് ഇതാണ്, ഞങ്ങൾ അപ്പനപ്പന്മാരും തുടങ്ങിയേ ഇങ്ങനെയാണ്. നോ, ബിക്കോസ് ഫെയ്ത്ത് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ക്യാൻ കംപ്ലീറ്റ്ലി ചേഞ്ചസ്. ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മളെ മൊത്തത്തിൽ വ്യത്യാസം വരുത്തുവാൻ സാധിക്കും. നമ്മുടെ വാക്കുകൾക്ക് വ്യത്യാസം വരുത്താൻ സാധിക്കും. നമുക്കറിയാം, പുതിയ നിയമത്തിനകത്ത് നമ്മളോട്, വിശ്വാസികളോട് പറഞ്ഞിരിക്കുന്ന വാക്കുകളായത് എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുന്ന ആളുകളോട് പറഞ്ഞേക്കുന്ന വാക്കുകളാണ്. എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതും ആയിരിക്കട്ടെ. That is really something that we all have to consider. ഉപ്പിനാൽ രുചി വരുത്താന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദാറ്റ് മീൻസ് നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും. നിങ്ങൾ കുക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഉപ്പ് താനെ ചാടിക്കയറി കറിക്കകത്തോട്ട് വരത്തില്ല. യു ഹാവ് ടു സീസൺ ഇറ്റ് അക്കോർഡിംഗ്. ഓരോ പ്രാവശ്യം ഉപ്പിട്ട് നോക്കി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കും. ചിലർ കയ്യിലൊക്കെ ഇട്ടടിച്ച് നമ്മൾ നക്കി നോക്കുന്നവരുണ്ട്. സ്പൂണിനകത്ത് ജസ്റ്റ് എടുത്ത ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ആൾക്കാരുണ്ട്. somehow you change, every time you check how it tastes and you adjust the taste by seasoning it with salt. അങ്ങനെ വേണം നമ്മൾ സംസാരിക്കാൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ you have to think before you talk. You have to think how it affects the other person. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റായി ഈ സംസാരിക്കുവാനുള്ള ശേഷി. മറ്റ് മൃഗങ്ങൾക്കതില്ല, നമുക്കതുണ്ട്. We use hundreds of words a day. ഒരു ദിവസം നമ്മൾ വളരെ ആയിരക്കണക്കിന് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ വാക്കുകളെല്ലാം വളരെ ഇമ്പാക്റ്റുള്ള വാക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ലൈഫ് ആൻഡ് ഡെത്ത് ഇസ് അറ്റ് ദ ടിപ്പ് ഓഫ് യുവർ ടങ്. ദൈവവചനം പറയുന്നത് അങ്ങനെ എന്ന് പറഞ്ഞാൽ ജീവനും മരണവും നമ്മുടെ നാവിന്മേലാണ് ആയിരിക്കുന്നത്. സോ നാക്കിനകത്ത് അല്ലെങ്കിൽ നാവിൻ്റെ മേൽ കൺട്രോൾ ഇല്ലെങ്കിൽ എല്ലാം കുഴപ്പമാണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് അതിൻ്റെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം, അത് എവിടെ എൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ജീവചക്രത്തിന് തീ കൊളുത്ത് നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. ഇറ്റ് എൻഡ്സ് അപ്പ് ഇൻ അട്ടർ ഡിസാസ്റ്റർ ആൻഡ് ഡിസ്ട്രക്ഷൻ. എനിക്കറിയാം നിങ്ങളാരും അങ്ങനെ ആയി തീരുവാൻ ആഗ്രഹിക്കുന്നില്ലെന്ന്. നമ്മൾ പ്രത്യേകിച്ച് കേരളക്കരയിൽ നിന്ന് വന്ന ആളുകൾ, നമുക്കൊരു കുഴപ്പമുണ്ട്. ഞാനത് പല സ്ഥലങ്ങളിലും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും നമ്മുടെ ഇമോഷനുമായിട്ട് നമ്മൾ അതിനെ അങ്ങ് അറ്റാച്ച് ചെയ്യും. അത് പേഴ്സണലായിട്ട് നമ്മൾ എടുക്കും. നമ്മൾ ഉടനെ വെഹമെൻ്റലി, അത് ചർച്ച കാര്യമായിക്കൊള്ളട്ടെ,
സുവിശേഷം പറയുന്ന കാര്യമായിക്കൊള്ളട്ടെ, അത് നമ്മളൊരാളോടൊരു കാര്യം പറയുന്നതായിക്കൊള്ളട്ടെ, അവർ ഇനി എന്തിനാ നമ്മൾ എയർപോർട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ആളുകൾ എന്തെങ്കിലും ഓഫീസേഴ്സ് പറയുമ്പോഴേ ഭയങ്കരമായിട്ട് നമ്മൾ പൊട്ടിത്തെറിക്കുന്നു. നമ്മൾ വല്ലാതെ കൺട്രോൾ ഇല്ലാതെ നമ്മൾ ഈ വലിയ ആളുകൾ പോലും ടാൻട്രംസ് കാണിക്കുന്നു, കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയുള്ള ടാൻട്രംസ്. ഇത് വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ചില റീൽസൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര അതിശയം തോന്നി. ഞാനിങ്ങനെ എയർപോർട്ടിലും ഓരോ ഷോപ്പിലുമൊക്കെ ഞാൻ പല റീൽസിനകത്ത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള സഹോദരിമാർ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ബിലീവേഴ്സ് അല്ലാത്തവരാ, പക്ഷേ അവർ അങ്ങ് അലറുക, 20 മിനിറ്റ് ഫുഡ് താമസിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം. കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം കണ്ടു, ആരോ എടുത്തിട്ടതാണ്. I felt like, man, living with that woman would be really difficult, whoever that guy is. കാരണം വല്ലാതെ ദേഷ്യപ്പെടുക. ഞാൻ ഒരു വിഭാഗത്തെ മാത്രമല്ല, ആണുങ്ങളും ഇത് തന്നെയാണ്. പ്രായമായി കഴിഞ്ഞാലും എത്ര മുന്നോട്ട് പോയാലും അവരുടെ നാവിന് യാതൊരു കൺട്രോളുമില്ല. അവർ മനസ്സിലാക്കാത്തൊരു കാര്യം, ഇത് അവരെ തന്നെ ബാധിക്കുന്നതും അവരുടെ നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ യേശു കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 45-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല, ഞാനത് പാരഫ്രൈസ് ചെയ്യുക, ഒരു വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുന്നു. അപ്പം അതുപോലെ തന്നെ ഒരുവന്റെ ഉള്ളിലുള്ള കാര്യം, ഉള്ളിൽ എന്താണോ, വാട്ട് എവർ ദ ഹാർട്ട് ഇസ് ഫിൽഡ് വിത്ത്, ദാറ്റ്സ് വാട്ട് ദ മൗത്ത് ഡിക്ലെയർസ്. ഹൃദയത്തിനകത്ത് എന്താണോ ഉള്ളത് അതാണ് നാവിലൂടെ പുറത്തേക്ക് വരുന്നത്. യേശുവിലുള്ള സമാധാനമാണ് ഹൃദയത്തിനകത്ത് ഉണ്ടെങ്കിൽ നമ്മുടെ നാവിനകത്തൂടെ വരുന്നതും സമാധാനത്തിൻ്റെ വാക്കുകളായിരിക്കും. യേശു ക്രിസ്തുവിലുള്ള സന്തോഷമാണ് നമ്മളിൽ ഉണ്ടെങ്കിൽ ഈ സന്തോഷമാണ് നമ്മുടെ നാവിലൂടെ വരുന്നത്. യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ മാറ്റം വന്നു എന്നുള്ളത് ഈ നാവ് പ്രസ്താവിക്കുന്ന അറിയാം. കാരണം നമ്മുടെ ഹൃദയത്തിൽ എന്തോ നിറഞ്ഞു നിൽക്കുന്നത്. ഇനി വൈരാഗ്യമാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ വൈരാഗ്യത്തിൻ്റെ വാക്കുകളായിരിക്കും. കയ്പാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ കയ്പിൻ്റെ വാക്കുകളായിരിക്കും. നമ്മുടെ ഹൃദയത്തിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള പകയാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ പകയായിരിക്കും നമ്മുടെ നാവിലൂടെ വരുന്നത്. ഹേറ്റ്രഡ്, if hatred is filled in your heart, your mouth is going to declare hatred. റെസ്പെക്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ആരെയും ബഹുമാനിക്കാത്ത ഒരാളാണ് ഇരുന്നോട്ടെ, ദൈവത്തിൻ്റെ വചനം പറഞ്ഞേക്കുന്നത് മറ്റൊരാളെ നമ്മളെക്കാട്ടിലും ശ്രേഷ്ഠരെന്ന് കാണണം, ശ്രേഷ്ഠരെന്ന് കാണണം. ഞാനിന്ന് മനോരമയിലുള്ള ഒരു ആർട്ടിക്കിൾ വായിക്കുകയായിരുന്നു. അതിനകത്ത് കേരളത്തിലെ ഒരു സിനിമാ നടനായ ഇന്ദ്രൻസ് എന്ന് പറയുന്ന ആള്, ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളായിരിക്കാം. ഏകദേശം 600 മൂവികളിൽ അദ്ദേഹം ആക്ട് ചെയ്തതിനെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ എഴുതിയൊക്കെയായിരുന്നു. ഞാൻ ആർട്ടിക്കിൾ മൊത്തം വായിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് അവർ പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഇന്ദ്രൻസിനെ അവർ പ്രകീർത്തിക്കുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, താൻ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ശ്രേഷ്ഠന്മാരെന്ന് കാണുന്നൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, പുള്ളി ഒഴികെ ബാക്കി എല്ലാവരും ശ്രേഷ്ഠന്മാർ. ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത്? നമ്മൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് കരുതണം. ഇൻ അവർ വേർഡ്സ്. ഇത് വിശ്വാസികളോട് മാത്രമല്ല, നമ്മൾ പുറത്തുള്ള ഒരാളോട് സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മളിലുള്ള ആ ഒരാളെ ഓണർ ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ ഒരാളോടുള്ള അവരോടുള്ള ബഹുമാനം, ഇത് നമ്മുടെ നാവിൽ കാണേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ പ്രവൃത്തിയിൽ കാണേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് ഒരാൾക്ക് നടക്കാം, പക്ഷേ ഇഫ് ദിസ് ഇസ് നോട്ട് കൺട്രോൾഡ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ദൈവവചനവും എൻ്റെ കയ്യിലിരിക്കുന്ന വചനവും പറയുന്നത് അവൻ തന്നെ തന്നെ വഞ്ചിക്കുകയാണെന്നും അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. His religion, his godliness is worthless. നോക്കണമേ, ഇവിടെ പറഞ്ഞേക്കുന്നത് 7-ാമത്തെ വാക്യം പറയാം, മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഇവകയെല്ലാം മനുഷ്യജാതിയോടും മരുങ്ങുന്നു.
മരുങ്ങിയും ഇരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മരുക്കാവതല്ല, അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. ഇതൊരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് തോന്നും. നാവിനെയോ മെരുക്കുവാൻ പാടുള്ളതല്ല, മരുക്കാവതല്ല. പക്ഷികൾ, ഇഴജാതി, മറ്റ് മൃഗങ്ങളെയൊക്കെ നമുക്ക് മെരുക്കാൻ പറ്റും. പക്ഷേ ഈ നാവിനെ നമുക്ക് മരുക്കാവതല്ല. വി കനോട്ട് ടൈം അവർ ടങ്. അത് വളരെ ട്രൂവാണ്. കാര്യം നമുക്ക് വേണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അനങ്ങാതിരിക്കാം. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ നാവ് ആകാത്ത പ്രസ്താവിക്കും, പുറത്ത് ചാടിപ്പോവും. ചില ആൾക്കാർ വിചാരിക്കും, ഇനി ഞാൻ ദേഷ്യപ്പെടുന്നില്ല, ഇനി ഞാൻ ഒറ്റ വാക്കും പകയുടെ വാക്ക് പറയത്തില്ല, ഇനി എൻ്റെ നാവിൽ നിന്ന് ഒരിക്കലും കയ്പിൻ്റെ വാക്കുകൾ വരത്തില്ല, ഇനി ഞാൻ വമ്പ് പറയുകയായിട്ട് മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഗോസിപ്പിൽ ഒന്നും ഇടപെടത്തില്ല. ഒരാഴ്ച ഇങ്ങനെ പോകും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇയാൾ അറിയാതെ ഇത് തന്നെ ചെയ്യും. എന്താ കാര്യം? നാവിനെ മെരുക്കാൻ കഴിവുള്ളതല്ല. We cannot tame our tongue. So the question comes, how is it possible then what you said in the beginning, like the story of people who say that, oh, we are like that, I'm born like this, our genetics, our DNA is like that. That becomes true, right? അപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ഇങ്ങനെയാണ്, ഞങ്ങൾ ഇച്ചിരി കാര്യത്തെ സംസാരിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ കാര്യം സത്യമാകത്തില്ലേ? ഈ വാക്യം നോക്കുമ്പം നാവിനെ മെരുക്കാൻ പറ്റത്തില്ലല്ലോ. ദാറ്റ്സ് വെരി ട്രൂ. ഒരു ഔട്ട്വേർഡ് കൺട്രോളോ ഏതെങ്കിലും പ്രാക്ടീസ് കൊണ്ടോ നമ്മുടെ നാവിനെ മെരുക്കാൻ സാധ്യമല്ല. അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നാവ് പ്രസ്താവിക്കുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ലൂക്കോസിന് സുവിശേഷം 6-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിനകത്ത് കർത്താവ് തമ്പുരാൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്, ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നതാ നാവ് പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഈ പുറമേ ഉള്ള ഈ ഒരു കൺട്രോൾ കൊണ്ട് നമുക്ക് ഈ നാക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഹൃദയം നിറച്ച് പകയിരിക്കുവാണെങ്കിൽ അത് എപ്പോഴെങ്കിലും പക പുറത്തു കൊണ്ടുവരും. ഹൃദയം നിറച്ച് വാശിയിരിക്കുവാണെങ്കിൽ ആ വാശി പുറത്തു വരും. ഹൃദയം നിറച്ച് ക്ഷമയില്ലായ്മയാണെങ്കിൽ അത് പുറത്തു വരും. ഹൃദയം നിറച്ച് ശാപത്തിൻ്റെ വാക്കുകളാണെങ്കിൽ, അല്ലെങ്കിൽ ശാപം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നാക്കിലൂടെ പുറത്തു വരും. അപ്പം എവിടെ വ്യത്യാസം വരേണ്ടത്? നാക്കെ കൺട്രോൾ വരുത്തുകയല്ല, ഹൃദയത്തിന് വ്യത്യാസം വരിക വേണ്ടേ. ഇഫ് യുവർ ഹാർട്ട് ഈസ് ട്രാൻസ്ഫോംഡ്, then your tongue is going to be transformed. Taming is not possible. മെരുക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മളതിനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നാണ് പറയുന്നത്. പക്ഷിക്ക് സ്വതവേ സംസാരിക്കാൻ പറ്റുകയില്ല, പക്ഷെ നമുക്ക് പറഞ്ഞു കൊടുത്ത് ചില കാര്യങ്ങൾ അതിനെ പഠിപ്പിച്ചു വയ്ക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഇന്നേറ്റ് നേച്ചർ, അതിൻ്റെ സ്വതവേ ഉള്ള സ്വഭാവം അത് മാറിയിട്ടില്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ വളരെ വർത്തമാനം പറയുന്നൊരു 2 തത്തമ്മകളുണ്ടായിരുന്നു. അപ്പം ചില സമയത്ത് എന്തോ ഒരു സ്നേഹമാണെന്നറിയാമോ, എന്നെ ഒരു വാഗുണ്ട് മോനെ 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 എന്ന് വിളിക്കും. രാവിലെ ഞാൻ എഴുന്നേറ്റ് ചെല്ലുമ്പോഴേ അതിന് ഭയങ്കര ഇഷ്ടമാണ്. പാലിനകത്ത് പഞ്ചസാര നല്ലോണം ഇട്ട് കുറുക്കി കൊടുക്കുന്നത് അതിന് വലിയ ഇഷ്ടമാണ്. ഇതങ്ങോട്ട് കാണുമ്പോഴത്തേന് ഇറ്റ് വാണ്ടഡ് ടു ഡാൻസ് ആൻഡ് ഇറ്റ് വാണ്ടഡ് ടു call you in a very mannered way. അപ്പോൾ ഇത് കേൾക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്നുകൂടെ ഗുഡ് മോർണിംഗ് പറ. അപ്പോൾ അത് ഗുഡ് മോർണിംഗ് മോനെ ഇങ്ങനെ പറയും. പിന്നെ ഞാൻ പറയണോ, അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ കൂടിൻ്റെ അതിൻ്റെ ഡോറ് തുറന്ന്, അല്ലെങ്കിൽ അതിൻ്റെ കതവ് തുറന്ന് അതിനകത്തേക്ക് പാല് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ദേഷ്യം മുഴുവൻ ഇതെന്നോട് കാണിച്ചു. എൻ്റെ കൈയെല്ലാം കടിച്ച് പറിച്ച് വല്ലാതെ എന്നെ മുറിവേൽപ്പിച്ചു. ഇപ്പോഴും എൻ്റെ പാടുകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറയട്ടെ, ഈ സ്വഭാവമാണ് ചില ആളുകളുടെ. അത് ടൈം ചെയ്താൽ ഇത്രയൊക്കെ നടക്കത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ അകത്ത് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. 4 ദിവസം കഴിയുമ്പം പഴയ സ്വഭാവം പുറത്തു വരും. ആൻഡ് ദാറ്റ്സ് വൈ ജെയിംസ് സേസ് ദാറ്റ് no one can tame their tongue. പക്ഷെ ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ എവിടാ? ഹൃദയത്തിനകത്ത് ട്രാൻസ്ഫോർമേഷൻ വന്നു കഴിയുമ്പം നമുക്ക് മൊത്തത്തിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്, നാവിനെയോ മനുഷ്യർക്കാർക്കും മരുക്കാവതല്ല, അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. ഒന്ന് ചിന്തിച്ചു നോക്കണം.
നമ്മൾ വിചാരിക്കും പാമ്പിനും തേളിനുമൊക്കെയാണ് വിഷമുള്ളതെന്ന്. ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. പാമ്പിനും തേളിനുമൊക്കെയാണ് വിഷമുള്ളതെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ മനുഷ്യന്റെ നാവിന് വിഷമുണ്ട്. ഒരാളെ ഇല്ലാതാക്കുവാൻ, ഒരു കുടുംബത്തെ ഇല്ലാതാക്കുവാൻ, ഒരുവന്റെ ജീവിതത്തെ ഇല്ലാതാക്കുവാൻ നാവ് കൊണ്ട് സാധിക്കും. എന്ന ആളുകൾ ചെയ്യുന്ന കാര്യം എന്താ? 9-ാമത്തെ വാക്യം പറയുക, അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിന്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യനെ അതിനാൽ ശപിക്കുന്നു. വാവ്, വി ഡു ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ചർച്ചിനകത്ത് വരുമ്പം നമ്മൾ ഭയങ്കര പ്രൈസും ഭയങ്കര വർഷിപ്പും എല്ലാം ഉണ്ട്. ബട്ട് വിത്ത് ദ സെയിം ടങ് we curse other people. We cause trouble to other people. അല്ലേ? നമുക്കിങ്ങനെ ഉണ്ടാകാറില്ലേ? പലരുമുണ്ട്. 11-ാമത്തെ വാക്യം പറയുക, ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? ചോദ്യമാണ് നമ്മളോട് ചോദിക്കുന്നത്. Is it possible that, bitter and sweet water come from the same fountain? It is not possible. If it is sweet, the sweetness is going to come. If it is bitter, bitterness is going to come. അല്ലേ? കയ്പ് ഉളവാകുന്ന ഒരു ഉറവയാണെങ്കിൽ അതിനകത്തുനിന്ന് കഴിച്ച വെള്ളമായിരിക്കും വരുന്നത്. മധുരം ഉള്ള ഒരു ഉറവയാണെങ്കിൽ മധുരമുള്ള വെള്ളമായിരിക്കും വരുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണോ അതായിരിക്കുന്നത് അതാണ് പുറത്തേക്ക് വരുന്നത്. അടുത്തൊരു ഉദാഹരണോട് പറഞ്ഞേക്കുക, സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവ് പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരിക്കലും തെങ്ങിൽ നിന്ന് മാങ്ങയും കിട്ടത്തില്ല, മാവിൽ നിന്ന് തേങ്ങയും കിട്ടത്തില്ല. Let me put it in our own context. It doesn't happen. So ഒരാൾ സ്തുതിക്കുന്നുണ്ട്, ഭയങ്കര ആരാധനയാണ്, പുറത്തിറങ്ങി കഴിയുമ്പോൾ വേറെ വാക്കുകളാണെങ്കിൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നടക്കത്തില്ല. എന്നിട്ട് പറയുകയാണ്, ഇത് നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയായവനാർ. Just think about it. Then why is it? That means their heart is not transformed by the gospel of Jesus Christ. അവരുടെ ഹൃദയം ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ദൈവദാസന്മാരൊക്കെ സഭകളിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ അവരെ പഠിപ്പിച്ച ആളുകളിലേക്ക് കൊണ്ടുവരണം. കുറച്ച് പ്രസംഗം കേട്ടേച്ച് ആളുകൾ എക്സൈറ്റഡായി പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് പുതുക്കത്തിൻ്റെ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് മാനസാന്തരത്തിൻ്റെ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞത് അത് നമ്മളിൽ ഉണ്ടാകുന്ന റൈച്ചസ്നെസ്സിൻ്റെ ജീവിതമാണ്. നമ്മളിൽ ഉണ്ടാകുന്ന വ്യത്യാസം അത് കാണേണ്ടത്. ഇത് കാണുന്നില്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. അപ്പം ഇനിയും നാവിനെക്കുറിച്ച് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ ഭാഗം ഇവിടെ നിർത്തുവാൻ തക്കണം ഞാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ നാവിനൊരു വ്യത്യാസം വരണം. നാവിന് വ്യത്യാസം വന്നില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് മാത്രമല്ല ദോഷം കൊണ്ടുവരുന്നത്, അത് നമ്മുടെ നിത്യതയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി എനിക്കോ നിങ്ങൾക്കോ മറ്റൊരാളുടെ കാര്യത്തിൽ വ്യത്യാസം വരുത്താനൊന്നും പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് സംസാരിക്കാം അവരുമായിട്ട് റീസൺ ചെയ്യാം. പക്ഷെ അവരെ വ്യത്യാസപ്പെടുത്തിയിട്ട് നമുക്ക് വ്യത്യസ്തരാകുവാൻ സാധ്യമല്ല. ചില ആളുകൾ അങ്ങനെ ഉണ്ട്. എൻ്റെ ഭർത്താവ് നേരെ ആയിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തോളാം, എൻ്റെ ഭാര്യ നേരെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ലോണം ഇങ്ങനെ ബിഹേവ് ചെയ്താൽ വിൽ ഡു ഇറ്റ്. നോ, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ഫസ്റ്റ് ലെറ്റ് ഇറ്റ് ഹാപ്പൻ വിത്ത് യു. Allow the Holy Spirit to change you. Allow the gospel of Jesus Christ to change you. നമ്മൾ ഈ പഠിക്കുന്ന ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കുറച്ച് പാട്ട് പാടുന്നതിലോ ഒരു വചനം കേൾക്കുന്നതിലോ ഒരു മീറ്റിങ്ങിന് പോകുന്നതിലോ പുറമേയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിലോ അല്ല. നമ്മുടെ അകത്ത് വരുന്ന വ്യത്യാസമാണ്. It changes our whole life. It changes our whole being. My prayer for you is this, that you would completely change by the gospel of Jesus Christ. And each and every day that you and I would grow in the likeness of our Lord and Savior, Jesus Christ. Look forward for that. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. കർത്താവേ, അങ്ങയുടെ സ്വഭാവമുള്ളവനായിട്ട് ഞാൻ തീരണം. അങ്ങയുടെ ആ നേച്ചർ എന്നിലും ഉണ്ടാകട്ടെ. അത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ്.
അത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ്. അത് നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. കർത്താവേ, എന്നിൽ ആ വ്യത്യാസം ഉണ്ടാകണം. ഇത് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇന്ന് ഈ വചനം കേട്ട നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നിങ്ങളെ ഓരോരുത്തരുടെയും ജീവിതത്തിലും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുവാൻ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സഹായിക്കട്ടെ. I want to pray for you, and after I pray, I'll take questions. We'll stop recording after the prayer, and then we will, just discuss what we studied today. Let me pray for you. Father, in the name of Jesus, we come before you. We thank you because you love us so much. Lord, when we were sinners, that you sent your Son to die on the cross for us. And today, O Lord, we come before you with broken heart because oftentimes our life does not reflect the love that you have shown towards us. Help us, O Lord. Jesus, I pray that the faith in us, let it transform us completely. We ask your mercies, O Lord, upon our lives. Father, I pray for each and every one who is listening to me today. Lord, they might have come with various things in their life, struggles and challenges. And, oh Lord, there may be a lot of things that they are handling at the same time. And I pray that you would give them grace. In the midst of all those things, oh Lord, let their mouth declare life and let their nature reflect you. I ask your grace upon their life. Thank you, Lord, for blessing us today. We give you glory, honor, and praise. In Jesus' precious name, amen and amen.